ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദനെ കണ്ട് രഞ്ജു ആ ഏട്ടാ എന്നും പറഞ്ഞ് വിളിക്കുക. ഇത് കണ്ടതും വിജയലക്ഷ്മിയും ഭാസ്കരനും ഞെട്ടലോടുകൂടെ രണ്ടുപേരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കുക. ഏട്ടനിത് എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി ഞെട്ടലോടെ നിൽക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ വന്നു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, അനാർക്കലിയുടെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം എനിക്കിപ്പോൾ മനസ്സിലായി. പക്ഷേ അവൾ എവിടെയുണ്ട് എന്ന് എനിക്കറിയണം. സത്യദാസങ്ങളും നിങ്ങളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞങ്ങൾ നിന്നത്. അത് കണ്ട് വിജയലക്ഷ്മി വീണ്ടും ഞെട്ടി. ഈശ്വര, മോനെല്ലാം കേട്ടും തോന്നല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നും പറയുക. ഈ സമയം പറ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് അനാർക്കലിയുടെ മകളെ എങ്ങനെ അറിയാം? എന്നോട് പറയാനാണ് പറഞ്ഞത്. അത് കേട്ടതും നമ്മുടെ രഞ്ജു, അതെ, അവളെക്കുറിച്ച് എനിക്കും അറിയണം. ഈ കുടുംബത്തിൻ്റെ ശത്രുവായ അവളുടെ കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ അവൾ ആരാണെന്നും കൂടെ പറയണം എന്നും. ഈ സമയമാണെങ്കിൽ നമ്മുടെ വിജയലക്ഷ്മി, ഗീതു മോളെ, ഞാൻ വേണ്ടമ്മേ, ഈ കാര്യത്തിൽ അമ്മ എൻ്റെ സപ്പോർട്ട് പ്രതീക്ഷിക്കണ്ട, ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്യില്ല എന്നും പറയണം. അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മിക്ക് എന്ത് പറയണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് പറയണമെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സത്യദാസനോട് പറയാനാണ് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് മുൻപരിചയം എന്നും രഞ്ജുവിൻ്റെ ചോദ്യം. അത് കേട്ടതും വിജയലക്ഷ്മി ഒന്നും മിണ്ടാതെ നിൽക്കുക. പറ സത്യദാസങ്ങൾ, ഞങ്ങൾക്കറിയണം അനാർക്കലിയുടെ മകൾ എവിടെയുണ്ട്. മോനെ, നീ എൻ്റെ സ്വന്തം മോനെ പോലെയാ. അനാർക്കലി മാധവൻ നായരെ ചതിച്ചവളാ. അങ്ങനെയുള്ളപ്പോൾ അവളുടെ കൂടെ ഉള്ളവളെ കുറിച്ച് പറയാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. അനാർക്കലിയുടെ മകൾ എവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അവൾ ആരാണെന്നും എനിക്കറിയാം, പക്ഷേ ഞാനത് പറയില്ല എന്നും പറഞ്ഞപ്പോൾ വിജയലക്ഷ്മിക്ക് ആശ്വാസമായി. ഈ സമയം ഭാസ്കരൻ്റെ നിപ്പും ആ സംസാരമൊക്കെ കേട്ട് ഗോവിന്ദ് ഭാസ്കരനെ തുറച്ചു നോക്കുക. എനിക്കറിയണം സത്യങ്ങൾ. ഇല്ല മോനെ, നീ എൻ്റെ മോനെ പോലെയാ. അങ്ങനെയുള്ളപ്പോൾ നീ ഒരു ചതിയിലേക്ക് ചെന്ന് വീഴാൻ ഞാൻ അനുവദിക്കില്ല. നിന്നെ ഒരു കൊലപാതകയാക്കി മാറ്റാനും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കതൊന്നും സഹിക്കാനും കഴിയില്ല മോനെ. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം തുറന്നു പറയില്ല എന്ന് പറഞ്ഞത്. അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെങ്കിലും ഞാൻ അവളെ കൊല്ലും. എനിക്കവളെ കൊന്ന് കലി തീർക്കണം. അനാർക്കലിയോടുള്ള കലി എനിക്ക് അവളോട് തീർക്കണം. അതാണ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം. ഓഹോ, അപ്പം ഇവിടുത്തെ വിഷയം അനാർക്കലിയുടെ മകളാണ്. ആ സർപ്പവിത്ത് എവിടെയുണ്ടെന്നറിയില്ലല്ലോ എന്നും രാധികയും ആലോചിക്കണം. ഈ സമയം അങ്കിളെ, അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെങ്കിലും എന്നോട് പറയണം. അവളെ കയ്യിൽ കിട്ടിയ ഞാൻ ചിലപ്പോൾ കൊല്ലും എന്നും രഞ്ജു. അതെ, രഞ്ജു തന്നെയാണ് അതെന്നറിയാതെ രഞ്ജുവിനെ തന്നെ കൊല്ലുമെന്ന് പറയുക. ഈ സമയം രഞ്ജു, ഈ കാര്യത്തിനൊരു തീരുമാനമാകാതെ നീ എവിടേക്കും പോകുന്നില്ല, മുകളിലേക്ക് കയറി പോമോളെ എന്നും ഗോവിന്ദ്. ഈ സമയം രഞ്ജുവും എല്ലാവരും പോയി കഴിഞ്ഞതും വിജയലക്ഷ്മി അങ്ങനെ നിൽക്കുക. അപ്പോൾ സത്യദാസ്, മോനെ എന്നോട് ക്ഷമിക്കും മോനെ, എനിക്കിത് നിന്നോട് പറയാൻ കഴിയില്ല. ഈ കിളവൻ്റെ ഒരാഗ്രഹവും ആവശ്യമാണിതെന്ന് കരുതി മോൻ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സത്യദാസും അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞ് സത്യദാസ് പോയി കഴിഞ്ഞതും നമ്മുടെ വിജയലക്ഷ്മി അങ്ങ് പോവുക. അപ്പോൾ ഗോവിന്ദ് പിന്നാലെ ചെല്ലുക. ഒന്ന് നിന്നേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ വിജയലക്ഷ്മിയോട് നിന്നു. ഇത്രയും നേരം ഞാൻ നിങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. പറ, എനിക്കറിയണം, എന്താണെന്ന് എനിക്കറിഞ്ഞേ മതിയാകൂ. അവിടെ സംഭവിച്ചത് എന്താണ്? സത്യദാസ് നിങ്ങളും തമ്മിലുള്ള പരിചയം അത് അവിടെ നിൽക്കട്ടെ. അനാർക്കലിയുടെ മകൾ ആരാണെന്നുള്ള രഹസ്യം അത് നിങ്ങളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് എന്തിന് സത്യദാസ്? അതെനിക്കറിയണം. സത്യദാസ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഒരുപാട് പേടിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ആ ഭീഷണിയിൽ നിങ്ങൾ പേടിച്ച് വിറച്ച് നിൽക്കുന്നതും കണ്ടു. അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാകൂ. ഇയാളുടെ ഇങ്ങനെയുള്ള സ്വഭാവം കാരണമാണ് മോനെ ഞാൻ അയാളിൽ നിന്നും അകന്നു മാറിയത്. വിജയലക്ഷ്മി അമ്മേ, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കള്ളവും സത്യവും തിരിച്ചറിയാൻ. അതുകൊണ്ട് തന്നെ സത്യദാസ് എന്നവൻ നിങ്ങളുടെ ഭർത്താവല്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സത്യദാസിനെ പോലെ ഒരാളെ, ഒരു വൃത്തികെട്ടവനെ നിങ്ങൾ കല്യാണം കഴിക്കില്ല എന്നും എനിക്കറിയാം. എന്തായാലും നിങ്ങൾ ഇപ്പോൾ വലിയ ചതിക്കുഴിയിലാണ് നിൽക്കുന്നത്. ആ കുഴിയിൽപ്പെട്ട നിങ്ങൾ കരകയറാൻ പറ്റാതെ വിഷമിക്കുന്നത് എനിക്ക് മനസ്സിലാവും. മുമ്പെന്നെ ചോറൂട്ടി കടൽക്കരയിലൂടെ എൻ്റെ കൈകൾ പിടിച്ച് നടക്കുമ്പോൾ ആ കിട്ടിയ സ്നേഹം എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. മകൾക്ക് വേണ്ടി നിങ്ങൾ സത്യദാസിൻ്റെ കാൽക്കലിൽ വീണു. ആ കാഴ്ച എൻ്റെ ഹൃദയം നുറുക്കുന്ന വേദനയാണ് എനിക്ക് തന്നത്. അതിൽ നിന്നും എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ, അതായത്
പഴയ എൻ്റെ അമ്മ, ആ അമ്മയുടെ സ്വഭാവം നിങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളൊരമ്മയ്ക്ക് സത്യദാസിനെ പോലുള്ള ഒരുത്തനെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിങ്ങൾക്ക് ഇനിയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ അതിൽ എന്താണ് ആ രഹസ്യം അറിഞ്ഞേ പറ്റൂ എന്നും പറയുക. ഈ സമയം കണ്ണേട്ടാ വേണ്ട, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ദേ ഒരു കാര്യം ഞാൻ പറയാം. അനാർക്കലിയുടെ മകളോട് വെറുതെ ദേഷ്യം കാണിക്കുന്ന എന്തിനാ കണ്ണേട്ടാ? നമ്മുടെ ശത്രു അനാർക്കലിയാ, സമ്മതിച്ചു എന്ന് കരുതി അവരുടെ മകളെ കൊല്ലേണ്ട കാര്യമുണ്ടോ? കൊല്ലും ഗീതു, ഞാൻ അവരുടെ എല്ലാവരെയും ഞാൻ കൊല്ലും. അവളുമായിട്ട് ബന്ധമുള്ള പലരെയും എനിക്ക് തീർക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും. പക്ഷേ ഇവരെന്തിനാ എന്നെ പറഞ്ഞിങ്ങനെ പറ്റിക്കുന്നതെന്ന് എനിക്കറിയില്ല. കുടുംബശത്രുവായ അനാർക്കലിയുടെ മകൾ അവൾ എവിടെയുണ്ടെങ്കിലും എനിക്കറിയണം. അവളെ കണ്ടുപിടിച്ച് കൊല്ലുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. വേണ്ട കണ്ണേട്ടാ, ശത്രുവിനെ ഒരിക്കലും നമ്മൾ പ്രതികാരം ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും അവരുടെ കുടുംബത്തിലുള്ളവരെ ഉപദ്രവിക്കുന്നത് എന്തിനാ? ആ ശത്രുവിനെ തീർക്കുന്നത് ഒരു ന്യായം. എന്ന കുടുംബത്തിലുള്ളവരെല്ലാം ഉപദ്രവിച്ച് അവരെ ഇല്ലാതാക്കുന്നത് എന്തിനാ കണ്ണേട്ടാ എന്നും പറയണം. അത് കേട്ടതും ഇല്ല ഗീതു, എനിക്കിത് സഹിക്കാൻ പറ്റാത്തതാ. എൻ്റെ കുടുംബത്തെ ചതിച്ചവരെ ഞാനും ചതിക്കും. എൻ്റെ കുടുംബം ഇല്ലാതാക്കിയവരെ ഞാനും ഇല്ലാതാക്കും. എൻ്റെ അച്ഛനെയും അമ്മയെയും തമ്മിൽ പിരിച്ച് എന്നെ അനാഥനാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങ് പോവുക. ഈ സമയം എന്താ അമ്മ ഇത്? ഇപ്പോഴും കണ്ണേട്ടൻ അമ്മനെ മനസ്സിലാക്കി അമ്മയെ, എന്നിട്ടും ആ സ്നേഹം തിരിച്ചറിയാൻ പറ്റാതെ അമ്മ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. സത്യദാസ് അങ്കിളിനെ അമ്മ പേടിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയണം. അയാളോടുള്ള അമ്മയുടെ പേടി കൂടി വരുന്നുള്ളതെന്നല്ലാതെ ഇതുവരെയും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായേ മതിയാകൂ. അതുകൊണ്ട് അമ്മ സത്യങ്ങൾ പറ. പക്ഷേ അമ്മയ്ക്ക് പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അമ്മ ഇപ്പോൾ വലിയ ഏതൊരു കെണിയിൽ പെട്ട് നിൽക്കുകയാണെന്നും എനിക്ക് മനസ്സിലാവും. എനിക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റി. അമ്മയും അമ്മയുടെ മോനെയും ഞാൻ ഒന്നിപ്പിച്ചു. അമ്മയുടെ മകൻ അമ്മയെ മനസ്സിലാക്കുന്ന ആ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങോട്ട് നല്ലത് തന്നെയായിരിക്കും. എന്തായാലും അമ്മ ആഗ്രഹിച്ച് നടന്നില്ലേ? എനിക്കറിയായിരുന്നു മോളെ, നീ ഒരു മിടുക്കിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു. നീയും എൻ്റെ വീട്ടിൽ മരുമകളായിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുമെന്ന്. എനിക്കിപ്പോൾ മനസ്സ് നിറയുന്നു, സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു. എന്നാലും മോള് ഗോവിന്ദനോട് പറയണം അനാർക്കലിയുടെ മകളെ വെറുതെ വിടണമെന്ന്. അമ്മേ, ഞാൻ കുറേ നാളായി കാണുന്നു അനാർക്കലിയുടെ മകളെ അമ്മ ഇങ്ങനെ സുരക്ഷിതമായിട്ട് വെക്കുന്നു. അതിൻ്റെ കാരണം എന്താ? അവളോട് അമ്മയ്ക്ക് എന്താ ഇത്ര സ്നേഹവും സിമ്പതിയും എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാകൂ എന്നും പറയാണ്. അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി, ഒന്നുമില്ല മോളെ, എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് മോളെ, അതുകൊണ്ടാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങളെ എനിക്ക് വെറുക്കാൻ കഴിയില്ല. ഈശ്വര, മക്കളെ ദൈവം തരുന്നത് ഉദരത്തിലൂടെ മാത്രമല്ല, അവരെ തരുന്നത് മനസ്സിലൂടെയുമാണ്. അങ്ങനെ എനിക്ക് കിട്ടിയതാ എൻ്റെ ശിവയെ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരിക്കലും അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അവളെ സേഫാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഗീതുവിനെ വിശ്വസിക്കാൻ കഴിയില്ല. അവൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കുടുംബശത്രുവിൻ്റെ മകളാണ് ശിവ എന്നറിഞ്ഞാൽ ചിലപ്പോൾ അവളോടുള്ള ദേഷ്യവും വെറുപ്പും കൂടും. അതുകൊണ്ട് ഒന്നും ആരും അറിയണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പോവുകയാണ്. ഈ സമയം ഗീതു മുകളിലേക്കും പോവുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയാണ്. പാത്തും പതുങ്ങിയും ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക രാധിക. ഗോവിന്ദനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്ക് രാധിക, മോനെ കണ്ണ, എന്നാലും ആ അനാർക്കലിയുടെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം വിജയലക്ഷ്മിക്ക് അറിയാം. എന്നിട്ടും അവളത് നമ്മളോട് പറഞ്ഞില്ലല്ലോ കണ്ണ. കുടുംബശത്രുവായിട്ട് അവൾക്ക് എന്താ ബന്ധം? അതെനിക്കറിയണം കണ്ണ എന്നൊക്കെ പറയണം. എനിക്കവരെ മാത്രമല്ല മറ്റു പലരെയും സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗീത് വരിക. എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട്, ഞാനും എൻ്റെ കണ്ണനെ സംസാരിക്കുന്നതിനിടയിലേക്ക് നീ എന്തിനാ വന്നത് എന്നും രാധികാമ്മയുടെ ചോദ്യം. ഇത് നല്ല കൂത്ത്, ഇത് എൻ്റെ ഭർത്താവാ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാതെ ഞാൻ വേറെ എല്ലാവരുടെ അടുത്തേക്ക് പോകുമോ? ഇല്ലെങ്കിൽ ഇനി എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഏതെങ്കിലും ലോകസുന്ദരി വരുമോ എന്നും രാധികാമ്മയോട് ചോദിക്കുക. എൻ്റെ മഹാമായേ, ഞാനൊന്ന് ഇവളോട് സംസാരിച്ചോട്ടെ. എന്നാൽ സംസാരിച്ചോളൂ ഭക്തേ എന്നും ഗീതു. അത് കേട്ടതും രാധികാമ്മ, മോനെ കണ്ണാ, ദേ ഞാനൊരു കാര്യം പറയട്ടെ. അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്നുള്ള രഹസ്യം സത്യദാസിനും വിജയലക്ഷ്മിക്കും അറിയാമെന്ന് നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ശത്രുവിൻ്റെ മകളെ ഒളിച്ചു വെച്ച് നിന്നെ പറഞ്ഞ് പറ്റിക്കുന്നവരോട് ക്ഷമിക്കാൻ നിനക്ക് കഴിയോ കണ്ണ? ഇല്ല, ഒരിക്കലും കഴിയില്ല എന്നും
നമ്മുടെ ഗോവിന്ദ് അത് കേട്ടതും അപ്പം പിന്നെ വിജയലക്ഷ്മി മറച്ചു വയ്ക്കുന്നത് വലിയൊരു ചതിയാണ്. അത് മനസ്സിലാക്കിയ നീ അവളോട് ക്ഷമിക്കരുത്. അത് മാത്രമല്ല, എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിട്ട് ഗീതുവും ഇത് നിന്നിൽ നിന്നും മറച്ചു വയ്ക്കുകയാണെങ്കിലോ? അങ്ങനെ ഗീതു എന്നിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാറില്ല. ഞങ്ങൾ തമ്മിൽ രഹസ്യങ്ങളുമില്ല. അത് നിനക്ക് വെറുതെ തോന്നുന്നതാ കണ്ണ. കാരണം ഗീതുവിൻ്റെ മനസ്സിൽ രഹസ്യങ്ങളില്ലാഞ്ഞിട്ടായിരുന്നോ നീ വിജയലക്ഷ്മിയുടെ മകനാണെന്നുള്ള രഹസ്യം ഗീതു ഒളിപ്പിച്ചു വെച്ചത്? അമ്മ എന്നെയും കണ്ണേട്ടനെയും തമ്മിൽ തെറ്റിക്കാനുള്ള പണി നോക്കുക. കണ്ണ, ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങനെ നിന്നെ പറഞ്ഞു പറ്റിച്ച വിജയലക്ഷ്മിയോടും സത്യദാസിനോടും നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ അത് കള്ളമാണെന്നും പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ച ഗീതുവിനോട് നിനക്ക് ക്ഷമിക്കാനും പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറക്കി വിടില്ലേ? വിടും. എന്നെ ചതിക്കുന്നത് ആരാണെങ്കിലും അവരൊന്നും ഈ വീട്ടിൽ നിൽക്കില്ല. പക്ഷെ രാധികാമ്മേ, ഞാൻ ഒരു കാര്യം പറയാം, അത് മനസ്സിൽ ഓർത്തു വെച്ചോ. ഗീതുവേ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. അന്ന് വിജയലക്ഷ്മി എൻ്റെ അമ്മയാണെന്നുള്ള സത്യം ഗീതു അറിഞ്ഞിട്ടത് മറച്ചു വെച്ചതിൻ്റെ പിന്നിലെ രഹസ്യം എന്നെയും എൻ്റെ അമ്മയെയും തമ്മിൽ ഒന്നിക്കുക എന്നുള്ളതായിരുന്നു. ഒരു നല്ല ലക്ഷ്യമില്ലാതെ അവൾ ഒരു കാര്യം മറച്ചു വെക്കില്ല എന്ന് എനിക്ക് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എന്നും പറയണം. അത് കേട്ടതും നമ്മുടെ ഗീതു, കണ്ണേട്ടാ ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താണ്? കണ്ണേട്ടൻ്റെ അച്ഛനെ ചതിച്ച അനാർക്കലിയുടെ കൂട്ടത്തിൽ രാധികാമ്മയും ഉണ്ടെങ്കിൽ ഇനി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. കണ്ണേട്ടൻ എന്ത് ചെയ്യും? അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടുമോ? ഇറക്കി വിടുകയല്ല, കൊന്നുകളയും ഞാൻ എന്നും പറയണം. അത് കേട്ടതും രാധിക ഞെട്ടി. അങ്ങനെ അവരുടെ മകനായ വരുണിനെ കണ്ണേട്ടനെ വെറുതെ വിടാൻ പറ്റുമോ? ഒരിക്കലുമില്ല, അവനെയും ഞാൻ കൊല്ലും എന്നും ഗോവിന്ദ് രാധിക ഞെട്ടലോടുകൂടെ ഗീതുവിനെ നോക്കുക. ഈശ്വര, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇവൾക്കിട്ട് വെച്ച പണി ഇവൾ എനിക്ക് തിരിച്ചു തരുവാണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് രാധിക, അത് പിന്നെ കണ്ണ, ഞാൻ അങ്ങനെയൊന്നുമില്ല. എൻ്റെ മാധവേട്ടനെ കൊല്ലാൻ ഞാൻ കൂട്ടു നിൽക്കുമോ മോനെ? വേണ്ട, മതി, നിർത്ത് നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ്. എൻ്റെ മുൻപിലൊന്നും കാണിക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അച്ഛനെ കൊന്നവരിൽ നിങ്ങൾക്കും പങ്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങളാരും ഈ കുടുംബത്തിൽ ജീവിച്ചിരിക്കില്ല. മനസ്സിലായല്ലോ എന്നും പറയാം. കണ്ണേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇനി കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നവരുടെ കൂട്ടത്തിലുള്ള രാധികാമ്മയുടെ മകൾ വേണ്ട, ഞാൻ പോയി തരാം എൻ്റെ ദൈവമേ, ഞാനിനി ഇങ്ങോട്ട് വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധികാമ്മ അവിടെ നിന്ന് ഒറ്റ ഓട്ടം. രാധികാമ്മ പോയി കഴിഞ്ഞു. അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കണ്ട, ഒളിഞ്ഞെന്ന് കേട്ടാലേ എൻ്റെ സ്വഭാവം മാറും എന്നും പറയുക. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ്, നീ എന്തിനാ അവരെ പറഞ്ഞു വിട്ടത്? അവരെ പറഞ്ഞു വിട്ടതാ, അല്ലെങ്കിലേ ചില പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ ഗീതു അവരുടെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി നിന്നതാ ഞാൻ. അപ്പോഴേക്കും നീ എല്ലാം നശിപ്പിച്ചു എന്നും ഗോവിന്ദ്. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ പറഞ്ഞു വിട്ടത്. അവസാനം പറഞ്ഞ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ കണ്ണേട്ടൻ വേണമെങ്കിൽ സത്യദാസിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്ന കാര്യവും അവരുടെ മുൻപിൽ പൊളിക്കും. പിന്നെ കണ്ണേട്ടനൊന്നും പറയില്ല. കണ്ണേട്ടനറിയോ, അവരെ സത്യദാസിൻ്റെ മുൻപിലേക്ക് പോലും വരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഇനി എൻ്റെ കാത്തിരിപ്പ്. എല്ലാം ഒരവസാനത്തിലേക്കാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത്. മനസ്സ് നിറഞ്ഞ തൃപ്തിയോടെ വിജയലക്ഷ്മി വീട്ടിനകത്ത് ചെന്നിരിക്കുക. പക്ഷേ അപ്പോഴും ഒരു പേടി മനസ്സിൽ കിടക്കുന്നുണ്ട്. രഞ്ജു ശിവരഞ്ജിനി, അവളാണ് അനാർക്കലിയുടെ മകൾ. എന്നാൽ ആ സത്യം ആർക്കും അറിയില്ല. നമ്മുടെ സത്യദാസിനും വിജയലക്ഷ്മിക്കും മാത്രമേ അറിയൂ. ഇതിനിടയിൽ ഇനി എന്തൊക്കെ സംഭവിക്കും? രഞ്ജുവിനെ കുറിച്ച് അറിഞ്ഞാൽ ആരൊക്കെ അവളെ കൊല്ലും എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ. അത് മാത്രമല്ല, അപ്പോഴേക്കും സത്യദാസ് വിജയലക്ഷ്മിയെ ഫോൺ വിളിക്കുക. ഹലോ, എന്താ സത്യദാസ്? എന്താ ഭാസ്കര, ഇത്രയും നേരം എന്നെ നിനക്ക് ഭീഷണിപ്പെടുത്തിയത് പോരാണ്ടാണോ വീണ്ടും വിളിക്കുന്നത്? അതേടി, നിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തിയത് വയറ് നിറയാത്തത് കൊണ്ടാണ് നിന്നെ ഞാൻ വീണ്ടും വിളിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം വിജയലക്ഷ്മി, ഇനി നിനക്ക് രക്ഷയില്ല. എന്തൊക്കെ സംഭവിച്ചാലും നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നീ എല്ലാ സത്യങ്ങളും നിൻ്റെ മോനോട് തുറന്നു പറയേണ്ടി വരും. അനാർക്കലിയുടെ മകള് നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള സത്യം നീ അവളോട് തുറന്നു പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരു ദിവസം നിന്നെ അവൻ വീണ്ടും വെറുക്കും. പിന്നീട് ഒരിക്കലും അവൻ്റെ കയ്യിൽ നിന്നും നിനക്കൊരു സ്നേഹവും സിമ്പതിയും കിട്ടില്ല. ഇത് ഞാനാ പറയുന്നത്. ഭാസ്കര, എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നും ചോദിക്കുകയാണ് വിജയലക്ഷ്മിയോട്. വിജയലക്ഷ്മി ഭാസ്കരനോട്. അത് കേട്ടതും, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല വിജയലക്ഷ്മി. പക്ഷേ അറയ്ക്കലിൽ ജീവിക്കാൻ ഞാൻ കൊതിക്കുന്നു. ആ കാര്യം എന്നോട് എതിർക്കാൻ നിന്നവളായ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക്
എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തിയാകുന്നത് വരെ ഞാൻ അറയ്ക്കലിലുണ്ടാവും. അതുവരെയും അത് തടയാൻ വന്നാൽ നിന്നെയും അനാർക്കലിയെയും രഞ്ജുവിനെയും കുറിച്ചുള്ള രഹസ്യങ്ങൾ ഞാനെല്ലാം വെളിപ്പെടുത്തും. പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ, ഗോവിന്ദ് തന്നെ അവളെ കൊന്നോളും. അല്ലെങ്കിൽ ഗീതു, അതുമല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിലുള്ളവർ. അങ്ങനെ വരുമ്പോൾ അനാർക്കലിയുടെ വിഷവിത്തായ അവളെ കൊല്ലാൻ ചിലപ്പോൾ പലരും മുന്നിൽ വരും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അനാർക്കലിയുടെ മകളാണ് താനെന്നറിഞ്ഞു കഴിഞ്ഞാൽ പാവൻ രഞ്ജു, അവൾ ചിലപ്പോൾ ആ വൃത്തികെട്ടവളുടെ വയറ്റിൽ വന്ന് ജനിച്ചു എന്നുള്ള കാരണത്താൽ ആത്മഹത്യ ചെയ്തേക്കാം. എല്ലാം നഷ്ടപ്പെടും നിനക്ക് എന്ന് പറയുന്നത് കേട്ട് ഞെട്ടുകയാണ് വിജയലക്ഷ്മി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.